ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റനിൽ നമ്മൾ എന്തായാലും കാണാൻ പോകുന്ന ഒരു ഭാഗമായിരിക്കും ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്താണ് സാർ ഇത് തമ്മിലുള്ള വ്യത്യാസം? WH ക്വസ്റ്റ്യൻ എന്ന് വെച്ചാലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് W അല്ലെങ്കിൽ H വെച്ചിട്ടായിരിക്കും. വാട്ട്, വെയർ, വെൻ, വൈ, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓൾഡ് എന്നൊക്കെ പറയുന്ന W അല്ലെങ്കിൽ H വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും WH ക്വസ്റ്റ്യൻസ്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ എപ്പോഴും ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഈസ്, ആം, ആർ, വെയർ, ഡു, ഡിഡ്, ഡസ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. മാത്രമല്ല ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ റിപ്ലൈയിൽ എപ്പോഴും യെസ് എന്നോ നോ എന്നോ ഓഫ് കോഴ്സ് എന്നൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ടാഗിൽ കണ്ട അതേ ചോദ്യം തന്നെയാണ്. യു ആർ എ കെമിസ്റ്റ് എന്ന് പറയുന്നു. നമ്മളിവിടെ R/U എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗായിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ലോങ് ഡാഷും ഒരു ക്വസ്റ്റ്യൻ മാർക്കും നമുക്ക് കാണാം. താഴെ നോക്കുന്ന സമയത്ത് യെസ് എന്നോ നോ എന്നോ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കിവിടെ ഒരു WH ക്വസ്റ്റ്യൻ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാ ഇങ്ങനെ വരണം. ആദ്യം ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടെ. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞെടുത്ത് വാട്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്. ആർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഓക്സിലറി വെർബ്. യു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഡൂയിങ് അതാണ് നമ്മുടെ വെർബ്. ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മളൊരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. വേർ ഡു യു ലിവ്? വേർ എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഡു എന്ന് പറഞ്ഞാൽ അത് ഓക്സിലറി വെർബാണ്. യു എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റ് ആണ്. ലിവ് എന്ന് പറഞ്ഞാൽ അത് വെർബാണ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പാളും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ഒക്കെ എഴുതി കഴിഞ്ഞാലും നിങ്ങളുടെ മാർക്ക് പോകും. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ജെറോം, ഈ ഒരു ചോദ്യത്തിന് ജെറോം മറുപടി പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുഡ് യു പ്ലീസ് റീഡ് ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ടേക്ക് ദ മെഡിസിൻ എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഫാർമസിസ്റ്റ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നല്ലേ നമ്മൾ ചോദിക്കുക. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ആ കാര്യം മനസ്സിലാവും ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോയിരിക്കുന്നത്. വാട്ട് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. ക്യാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഓക്സിലറി വെർബ്. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഡു ആണ് ഇവിടുത്തെ വെർബ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിലാണ്. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞ ശേഷം ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഞാൻ വേറെ പിന്നെയും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഹൂ ഡു യു ലൈക്ക് ദ മോസ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് ഹൂ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, ഡു ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്, യു ആണ് സബ്ജക്റ്റ്, ലൈക്ക് ആണ് ഇവിടുത്തെ വെർബ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം പോകേണ്ടത്. മിക്കവാറും നമുക്കിതിൻ്റെ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് താഴെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. താഴെ റിപ്ലൈയിൽ തന്നെ ഉണ്ടാവും അതെങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ടൈപ്പ് ചോദ്യങ്ങൾ. യെസ് ഓർ നോ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് കൊടുക്കുക, പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ വെർബ് കൊടുക്കുക. കാരണം ഇവിടെ എന്തില്ല? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. വാട്ട്, വെയർ, വെൻ, വൈ, ഹൗ ലോങ്, ഹൗ ഫാർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡുകളില്ല. ഈ ചോദ്യങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും. കണ്ടോ, ആർ, ഡു, ക്യാൻ, വിൽ, ഹാവ്, ഡിഡ്, ഈസ് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചതല്ലോ. ആർ യു ഫീലിംഗ് ഓക്കെ എന്ന് പറയുന്നിടത്ത് ആർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, യു സബ്ജക്റ്റ് ആണ്, ഫീലിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്. ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ലൈക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്. ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, 2 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ യെസ് എന്നോ നോ എന്നോ കാണൂല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ താഴെ യെസ് എന്നോ നോ എന്നോ കാണും. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വെർബ്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലോ ആദ്യം ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്.